അങ്ങനെ ദേ ഊഞ്ഞാലാട്ടമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു കൂൾ ബാർ, അവിടെ ഐസ്ക്രീമും കോഫി, ടീ, കുൽക്കി സർബത്ത് അങ്ങനത്തെയൊക്കെ. അപ്പോൾ അനിയത്തി ചായയൊന്നും കുടിക്കാത്ത കാരണം കൊണ്ട് അവളൊരു മിക്സഡ് ഐസ്ക്രീമും പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഓരോ ബൂസ്റ്റും പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് പറഞ്ഞതെങ്കിലും അവളുടെ ഐസ്ക്രീമിൽ നിന്ന് എല്ലാവരും ഓരോ ബൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ടൊരു ഫോട്ടോ സെഷൻ ആയിരുന്നു. കാണുന്ന ഭാഗത്ത് എല്ലായിടത്തും നിന്ന് ഫോട്ടോ എടുക്കലായിരുന്നു കേട്ടോ. കാരണം നല്ല ഭംഗിയുള്ള ഭാഗങ്ങളൊക്കെ ആയിരുന്നു. വെള്ളവും കാര്യങ്ങളും അങ്ങനെയൊന്നും അധികം ഉണ്ടായില്ല. എന്നാലും ഉള്ളതൊക്കെ കണ്ട് ഇച്ചിരി നടന്നു. ശരിക്കും ആ കാഴ്ചയൊക്കെ കാണുക എന്നുള്ളതല്ല, ചേട്ടായിക്ക് അങ്ങനെ ഒഴിവും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. കുറേ നാൾ കൂടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വരണേ. അപ്പോൾ ചേട്ടായി വരുന്ന സമയത്ത് എൻ്റെ അനിയന് ഒഴിവുണ്ടാവാറില്ല. അനിയത്തി പിന്നെ ഡെയിലി വീട്ടിലുണ്ടെങ്കിലും അവൾക്കും ലീവ് കിട്ടാറില്ല. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചുള്ള സമയം നമ്മൾ മിസ്സാക്കരുതെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് കിട്ടിയ സമയത്ത് നമ്മൾ കൈ വിടാണ്ട് തന്നെ പിടിച്ചു. ആ ഒരു ക്വാളിറ്റി ടൈം കണ്ടെത്തുക, അത് നല്ലോണം യൂസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായുള്ളൂ. അപ്പോൾ അവിടെ കൊട്ടവഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് കയറാൻ അനിയന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു പേടിയുള്ളതുകൊണ്ട് നമ്മളതങ്ങ് ഒഴിവാക്കി വിട്ടു. പിന്നെ അവിടെ നമ്മുടെ തൂക്കുപാലമൊക്കെ ഉണ്ടായിരുന്നു. ഡാമിലൊന്നും ഒട്ടും വെള്ളമില്ല, വെള്ളമൊക്കെ വളരെ കുറവാണ്. ഈ സമയമൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ തൂക്കുപാലത്തിലൊക്കെ കയറി ഏകദേശം ഒരു വൈകുന്നേരം സന്ധ്യ ആവാറായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. 6 മണി വരെ ഉള്ളൂ. നമ്മളൊരു 5:45 ആ ഒരു സമയമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ലോണം തന്നെ ഞങ്ങളുടെ ആ കിട്ടിയ സമയം നമ്മൾ നല്ലോണം തന്നെ സ്പെൻഡ് ചെയ്തു. ആകെ ഇത്രയും വെള്ളമാണ് അവിടെ ഒഴുകണത്. അതും കുറച്ചു നേരം കണ്ടു നിന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോരുന്ന വഴിക്ക് ഉത്രാളിക്കാവോ ആ ഒരു അമ്പലത്തിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി. പക്ഷെ വണ്ടികൾ നിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ അവിടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ സമയം ഒരുപാട് വൈകില്ലേന്നോർത്ത് നമ്മൾ പിന്നെ അവിടെ നിന്ന് പോയി. വരുന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിൽ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു ചായക്കട നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിറച്ച് പലഹാരങ്ങളൊക്കെ വെച്ച്. ഈ ക്രിസ്മസിന് ഇമാതിരി തിന്നിട്ട് ഇനി എന്താ നിങ്ങൾക്കെന്ന് ചോദിക്കും. അങ്ങനെയല്ല, നമ്മളിതൊക്കെ ഒരു ട്രിപ്പിൻ്റെ ഒക്കെ ഒരു ഭാഗമല്ലേ. അപ്പോൾ അവിടെ ചെന്ന് ആസ് യൂഷ്വൽ എല്ലാവരും ഓരോ ടൈപ്പ് ഓർഡർ ചെയ്തു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ എടുക്കാമല്ലോ. അങ്ങനെ അപ്പോൾ ഞാൻ എന്താ പറയുക, വാഴയ്ക്ക ബജ്ജി മേടിച്ച്, അനിയൻ മുളക് ബജ്ജി, അനിയത്തി കിളിക്കൂടി മേടിച്ചു, പിന്നെ ചേട്ടായി പഴംപൊരിയും മേടിച്ചു. അപ്പോൾ അതും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ച് റോഡ് ഫുള്ള് നിറച്ച് മാലബൾബും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്രിസ്മസ് വൈബ് കയറി നിൽക്കുക. വീട്ടിലെത്തിയപ്പോൾ ചാച്ചനും ആൻറ്റിയും കൂടിയിട്ട് ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.